നമ്മൾ ഇന്ന് നിൽക്കുന്നത് കുത്താമ്പള്ളിയിലാണ്. ഇവിടെയാണ് ഒറിജിനൽ ആയിട്ടുള്ള ഹാൻഡ്ലൂം വസ്ത്രങ്ങൾ, സാരികൾ ഇവിടെയുള്ളത്. അത് മുഴുവൻ 100% വരും പൗർണമാണ്. എവിടെ നോക്കിയാലും കുത്താമ്പള്ളി കച്ചേരി. കുത്താമ്പള്ളി കച്ചേരി എവിടെ നിന്ന് നെയ്യണ്? ചാക്കും കൂടി നെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒന്നും നെയ്തിട്ട് കാര്യമില്ല. ഒരു ഡബിൾ 500 രൂപയ്ക്ക് പവർലൂമിൽ കിട്ടും. ഇതേ നമ്മൾ ഹാൻഡ്ലൂമിൽ എടുത്ത 1500 വരും. കടയിലൊക്കെ പവർലൂമാണ്. ഇത് വേണമെങ്കിൽ ഒറിജിനൽ വേണമെങ്കിൽ നെയ്യുന്ന സ്ഥലത്തേക്ക് വരുന്നു. തൃശ്ശൂരിന്റെ അതിർത്തി ഗ്രാമമായ തിരുവില്ലാമലയിലേക്ക് ഒരു യാത്ര. ലക്ഷ്യം നൂറ്റാണ്ടുകളുടെ നെയ്ത്തു പാരമ്പര്യമുള്ള കുത്താമ്പുള്ളി. നമ്മൾ ഇന്ന് നിൽക്കുന്നത് കുത്താമ്പുള്ളിയിലാണ്. തിരുവിലാമല പഞ്ചായത്തിലെ കുത്താമ്പുള്ളി എന്ന കൊച്ചു ഗ്രാമത്തിൽ. ഇതിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ കൊറോണയ്ക്ക് മുമ്പ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോഴും നെയ്ത്തുകാർ ഈ അടുത്ത വീടുകളിലൊക്കെ നെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ മറ്റു ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകളെല്ലാം കുത്താമ്പുള്ളിയിൽ നിന്ന് വാങ്ങിച്ച വസ്ത്രങ്ങളാണെന്നുള്ള വലിയ അഹങ്കാരത്തോടു കൂടി പർച്ചേസ് ചെയ്തു പോകുന്നു. ഓരോ വീടുകളിൽ ഇരുന്നു കൊണ്ട് നെയ്ത് കൊണ്ടുവരുന്ന ആളുകൾ ഇവിടെ കൊണ്ടുവന്നാണ് വിൽപ്പനയ്ക്ക് വെക്കുന്നത്. ഇവിടെയാണ് ഒറിജിനൽ ആയിട്ടുള്ള ഹാൻഡ്ലൂം വസ്ത്രങ്ങൾ, സാരികൾ ഇവിടെയുള്ളത്. അത് മാത്രമല്ല, കൈത്തറിയിൽ നെയ്തെടുക്കുന്ന വീടുകളുണ്ട്. വീടുകളിലേക്കും നമുക്ക് പോകാം, അവരുമായിട്ട് സംസാരിക്കാം. എന്താണ് ശരിയായ കൈത്തറി ഉൽപ്പന്നങ്ങൾ? നെയ്ത്തുകാർ ഒരുപാട് കുറഞ്ഞതുകൊണ്ടാണ്. ഒരു 10-200 തറിയെ മിക്കവാറും ഉണ്ടാവുള്ളൂ തോന്നണം. പിന്നെ അപ്പൊ ഒറിജിനൽ എന്ന് പറയുന്നതാണ് കൈത്തറി ഇതാണ്. ഉള്ളടക്കം അവിടെ വരുന്നത് ഈ പവർലൂം. അത് മുഴുവൻ 100% വരും പൗർണമാണ്. പട്ടുസാരി വരുന്നുണ്ട്. അത് മറ്റേ ഈ എടമ്പള്ളിയിൽ നിന്ന് വരുന്ന സാരിയാണ്. ശരിക്കും ഒറിജിനൽ പട്ടുസാരി നെയ്യുണ്ട്. ഉറുപ്പ് 4-5 1 ലക്ഷത്തിൻ്റെ ഒക്കെ ഈടാക്കുന്നുണ്ട്. അത് ശരിക്കുള്ള ഒറിജിനൽ കൈത്തറി. ശരിക്കും ഞങ്ങളുടെ കൈത്തറി വന്ന് ഞങ്ങളുടെ സെന്റുതോളം ഉണ്ടാവും. ഈ അതിൽ പോയി നോക്കുന്നുണ്ട് മനസ്സിലാവും. അതാണ് ഒറിജിനൽ കൈത്തറി. ഇപ്പൊ പവർലൂമിൽ എന്ത് വേണമെങ്കിൽ കാട്ടിക്കൂട്ടി നടക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ കല. സേലം, ഈരോട്, കള്ളിയമ്പൂതിര് ചില നിൽക്കുന്ന 4 ഭാഗത്തുനിന്ന് മുഴുക്ക് കൈത്തറി എന്നാ വിൽപ്പന. എവിടെ നോക്കിയാലും കുത്താമ്പള്ളി കൈത്തറി. കുത്താമ്പള്ളി കൈത്തറി എവിടെ നിന്നാ നെയ്യണ്? ചാക്കും കൂടി നെയ്യാൻ പറ്റില്ല. ഇന്നത്തെ കാലം അങ്ങനെയാണ്. അതായത് ഞങ്ങളുടെ ഈ തൊഴിലുണ്ടല്ലോ, ഞങ്ങൾക്ക് കൊടുത്തത് 10 റുപ്യ കിട്ടിയ 90 റുപ്യ ഒരു ഈടാക്കിയിട്ടാണ് പാവങ്ങൾ ഇന്ന് ആ കുഴിയിൽ നിന്ന് നെയ്ത് ആരും നേരായിട്ടില്ല. ഇന്നത്തെ വരയ്ക്കും സത്യം പറഞ്ഞു ഞങ്ങൾക്ക് സൊസൈറ്റിയിൽ കഴിവുത്തി 58 പെൻഷൻ വാങ്ങി ഉണ്ടാകാതിരിക്കണം സാർ. ശിവശിവാന്ന് പറഞ്ഞു കൊടുത്തത് മതി. ഇപ്പൊ ഒന്നും നെയ്തിട്ട് കാര്യമില്ല. വാങ്ങിച്ചു കൊടുത്ത് വിൽക്കലാണ്. അതെ 100%. തിങ്കളാഴ്ച, ബുധനാഴ്ച, ശനിയാഴ്ച, ആഴ്ചയിൽ 3 ദിവസം അടിപ്പൊളിച്ചിട്ടാ വരുന്നില്ല. ഇവിടത്തൊക്കെ എവിടെ പോയി എന്താ ഉണ്ടെന്ന് ആർക്കും നിശ്ചയില്ല. ദിവസം പാർസൽ പോകുന്നുണ്ട്, കടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നല്ല കച്ചവടം ഇതൊക്കെയാണ്. ഇതൊക്കെ നെയ്തിട്ട് എന്താന്ന് കിട്ടുക? ഒന്നും കിട്ടില്ല. ഒരു സാരിക്ക് 500 റുപ്യ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 2 ദിവസമാവും. 2 ദിവസത്തിന് 500 റുപ്യ മതിയ ചെലവിന് തികയില്ല. കുട്ടികളും മക്കളുണ്ടെങ്കിൽ അതിന്റെ പുറമെ വേറെ. പിന്നെ ജക്കാട് അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നെയ്യാണെങ്കിൽ കുറച്ച് ഒരു 1000 റുപ്യത്തോളം ഉണ്ടാക്കാം. അത് ചിലപ്പോ 1000 റുപ്യ ഉണ്ടാക്കണമെങ്കിൽ 3 ദിവസം ആവും. ഒരു ദിവസം അതിന്റെ മുന്താണി കറക്റ്റാക്കണം. എങ്ങനെയാലും ഒരു ദിവസം ചിലപ്പോ അതിന്റെ അനുസരിച്ച് ഡിസൈൻ ആയിട്ടുണ്ടെങ്കിൽ 1 ദിവസത്തിൽ കഴിയില്ല. 1.5 ദിവസമൊക്കെ പിടിക്കും. പിന്നെ ഒരു 1.5 ദിവസം ഫ്രീ ആയിട്ട് നെയ്യാം. ഇതൊക്കെയാണ് അവസ്ഥ. അല്ലാണ്ട് കുത്താമ്പള്ളിയൊക്കെ പോയിന്ന്. കുത്താമ്പള്ളിയൊക്കെ ഒക്കെ അസ്തമിച്ചു. ഇനി ഒരു കാര്യം ഒരു സാരി നെയ്ത് എത്ര രൂപ കിട്ടും? ഇതിന് 600 റുപ്യ കിട്ടും. 600 രൂപ. ഈ ഡിസൈൻ അനുസരിച്ചാണ് പൈസ. അല്ലാതെ സ്ഥിരം കൂലിയല്ല. നമ്മൾ ഏത് ഡിസൈൻ ചെയ്യുന്നോ അതിനനുസരിച്ച് കൂലി കിട്ടും. വലിയ ഡിസൈൻ വലുത് ജെല്ലം പറഞ്ഞ പോലെ 1000 റുപ്യ നെയ്യുന്നവരുണ്ട്. കുറച്ച് പഴയ ആൾക്കാരൊക്കെ ആണ് ഹാൻഡ്ലൂമിനെ പറ്റി അറിയുന്ന ആൾക്കാരാണ്. ഇത് എടുത്ത് എന്ത് വാല്യൂ കൊണ്ട് ഇതിനൊക്കെ പറ്റി നോക്കിയിട്ടാണ് എടുക്കുന്നത്. അത് ഒരു ഡബിൾ 500 രൂപയ്ക്ക് പവർലൂമിൽ കിട്ടും. ഇതേ നമ്മൾ ഹാൻഡ്ലൂമിൽ എടുത്ത 1500 വരും. പിന്നെ അതിന്റെ ക്വാളിറ്റി അത്ര വ്യത്യാസം ഉണ്ടാവും. വെള്ളത്തിലിട്ട ചുരിയില്ല, സ്മൂത്ത് ആവുള്ളൂ. പവർലൂം അങ്ങനെയല്ല, വെള്ളത്തിലിട്ട് അങ്ങനെ ചുരിഞ്ഞു പോകും. ഒരു അടുത്തത് അത് കൊടുക്കണമെങ്കിൽ ഇസ്തിരിയുടെ അത് കൊടുക്കാൻ പറ്റില്ല. ഇതങ്ങനെ സ്മൂത്ത് ആയിട്ടുണ്ടാവും. അതിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മളും 10-20 കൊല്ലം സഹകരണ സംഘം ഉണ്ടായി തന്നെ. അപ്പൊ അവിടെ ബിസിനസ് ചെയ്താലല്ലേ നമുക്ക് പൈസ കിട്ടുള്ളൂ. ആ കച്ചവടം ആയാലല്ലേ. അതുകൊണ്ട് നമ്മളിപ്പോൾ പ്രൈവറ്റ് ഒരു ആളുടെ അടുത്താണ് സാധനങ്ങളൊക്കെ കൊടുക്കും. ആൾക്ക് നെയ്ത് കൊടുക്കും നമ്മുടെ മുതലാളിക്ക്. നമ്മൾ ഡിസൈനുള്ള സാരിയായ ഒരു 3-4 ദിവസം മേലാവും. വർക്ക് അനുസരിച്ചാണ് സാറേ. ഇപ്പൊ ഞാൻ ഇപ്പൊ നിൽക്കുന്ന കുറച്ച് വർക്കുള്ള സാരിയാണ്. അതൊരു 4 ദിവസം ആവും. എനിക്കൊരു 2,500 രൂപ കൂലി കിട്ടും.
കൈത്തറി ഇപ്പൊ പണ്ടത്തെ ഇതൊന്നും ഇല്ല ഇപ്പൊ കൈത്തറിക്ക്. മക്കളൊന്നും ഇല്ല ഈ പരിപാടിക്ക്. ഇവിടെ ആരുമില്ല, ഞങ്ങൾ രണ്ടാള് മാത്രമേ ഉള്ളൂ. ഒക്കെ തമിഴ്നാടുണ്ട് അവരൊക്കെ രണ്ടാള്. ചേച്ചി എത്ര വയസ്സിൽ ഇത് തുടങ്ങി? ഇതാ ഞങ്ങള് ചെറുപ്പം 15 വയസ്സ് തുടങ്ങി. കൂലി മുട്ടോ? കൂലിയൊന്നും മുട്ടില്ല. രാവിലെ 4:30 മണിക്ക് എഴുതിച്ച് നെയ്താല് ഒരെണ്ണ ആവും ഒരു ദിവസത്തിന്. എവിടേക്കും പോയില്ലെങ്കിൽ ആവും. അപ്പൊ ഒറിജിനൽ കിട്ടണമെങ്കിൽ ഇവിടെ വരണം. അവിടെ മറ്റേതൊക്കെ പവർലൂമാണ്, കടയിലൊക്കെ പവർലൂമാണ്. ഇത് വേണമെങ്കിൽ ഒറിജിനൽ വേണമെങ്കിൽ നെയ്യുന്ന സ്ഥലത്തേക്ക് വരണം. പരമ്പരാഗത ഒരു കൈത്തറി തൊഴിലാളികളുടെ ജീവിത അവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഈ കൈത്തറിയുടെ ശബ്ദം നിലയ്ക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. പ്രായം ചെന്ന ആളുകൾ മാത്രമാണ് ഈ രംഗത്തുള്ളത്. പവർ മെഷീനുകളിൽ നിന്നുണ്ടാക്കുന്ന കൈത്തറി ഉൽപ്പന്നങ്ങൾ ഹാൻഡ്ലൂം എന്ന് പറഞ്ഞ് വിൽപ്പന നടത്തുന്ന കാലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾക്ക് ഈ ഗ്രാമവും വഴിമാറിക്കൊടുത്തു. കൈത്തറി ഉൽപ്പന്നങ്ങളുടെ തൻ്റെതായ പ്രാവീണ്യം തെളിയിക്കുന്ന വ്യത്യസ്ത ഡിസൈനുകളൊക്കെ സൃഷ്ടിച്ചെടുത്തിരുന്ന വലിയ കലാകാരന്മാർ അങ്ങനെ ഈ നിളാനിധി ഒഴുകുന്ന പോലെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ കൈത്തറി ഉൽപ്പന്നങ്ങൾ എവിടെയാണ് എന്നുള്ള ഒരു അന്വേഷണമായിരുന്നു. ഈ അന്വേഷണത്തിൽ നിങ്ങൾക്ക് തോന്നിയത് കമൻ്റായി രേഖപ്പെടുത്താം. അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.